ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നല്ലവനായ കർത്താവ് നമ്മെ ഒരിക്കൽ കൂടി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ സ്നേഹനാഥൻ്റെ മുമ്പിൽ ആയിരിക്കുവാൻ നാം യോഗ്യരാണോ എന്ന് നമുക്കൊരു നിമിഷം ആത്മശോധന ചെയ്യാം. വ്യത്യസ്തങ്ങളായ പാപാവസ്ഥകളിലൂടെ ജീവിതം നയിച്ച് തമ്പുരാനിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. എന്തെന്നാൽ ദൈവസ്നേഹത്തിൽ നിന്നുള്ള അകന്നു പോകലാണ് പാപം. ആ അവസ്ഥ ആത്മാവിലുള്ള മരണമാണ്. നമ്മുടെ സ്നേഹനിധിയായ തമ്പുരാൻ നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കാതെ പോകുന്ന അവസ്ഥ. ദൈവസ്നേഹത്തിൽ ഒന്നായി ചേർന്ന് ആത്മാവിൽ പുതുജന്മം പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം മനസ്തപിക്കണം. എന്തെന്നാൽ ഈശോ ഇപ്രകാരം പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. സ്വർഗരാജ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് മാനസാന്തരം. അത് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള മനസ്സിന്റെ അന്തരമാണ്. അതിലുമുപരി അന്ധകാരത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്കുള്ള ചുവടുവെപ്പ്. തിരുവചനം വീണ്ടും നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവായ ദൈവം തന്റെ അടുക്കലേക്ക് വിളിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ നാം ഇപ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, നമ്മുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ നിറയ്ക്കും. അതിനാൽ വലിയ മനസ്താപത്തോടു കൂടി പാപമോചനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മനസ്തപിക്കാൻ നമുക്ക് നമ്മുടെ കരങ്ങളെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോ ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ തൊടുമെന്ന് വിശ്വസിക്കാം. അവിടുത്തെ തിരുമുഖം നമുക്ക് മനസ്സിൽ കാണാം. കർത്താവെ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാം. ഞാൻ പാപം ചെയ്ത് അങ്ങയെ ദ്രോഹിച്ചു, അങ്ങിൽ നിന്ന് ഞാൻ അകന്നു ജീവിച്ചു. എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് കുരിശിലെ പീഡ അനുഭവിച്ചത് എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടിയാണ് രക്തം ചിന്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവെ, അങ്ങയുടെ ആ തിരുമുഖത്തേക്കൊന്ന് നോക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാനിപ്പോൾ ഇതാ പൂർണ്ണമായി മനസ്തപിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആത്മാവിലാണ് എന്നെ നിറയ്ക്കണമേ. പാപബോധവും പശ്ചാത്താപവും നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും നമുക്ക് നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇരുകരങ്ങളും ഹൃദയവും സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ലവനായ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായക സംഘത്തോട് ചേർന്ന് പാപബോധത്തിനും പശ്ചാത്താപത്തിനുമായി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. കാണാത്തവൻ ഇന്നിനെ മാത്രം കാണുന്നവൻ, ഒരുമിച്ച് പാടാം. ഞാൻ ഇന്നിനെ മാത്രം കാണുന്നവൻ.
കാണുന്നവൻ. ഇന്നലെ വരെ നീ എന്താകിലും ഈ നിമിഷം മുതൽ എന്റെ സ്വന്തം. ഇന്നലെ വരെ നീ എന്താകിലും ഈ നിമിഷം മുതൽ എന്റെ സ്വന്തം. ഇന്നലകളെ കാണാത്തവൻ ഞാൻ നിന്നെ മാത്രം കാണുന്നവൻ. ഇന്നലകളെ കാണാത്തവൻ ഞാൻ നിന്നെ മാത്രം കാണുന്നവൻ. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അതിനാൽ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ തുടച്ചു മാറ്റി നമ്മെ വിശുദ്ധീകരിച്ച ഈ നിമിഷം സ്വർഗം നമ്മോടൊപ്പം സന്തോഷിക്കുകയാണ്. ആ സ്വർഗീയ ആനന്ദത്തിൽ ഒന്നു ചേർന്നുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി കർത്താവെ, അങ്ങന്റെ എല്ലാ പാപഭാരങ്ങളെയും ഏറ്റെടുത്ത് എന്നെ വിശുദ്ധീകരിച്ചു, അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ നന്ദിയോടുകൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ദൈവവിശ്വാസം. ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. എന്തെന്നാൽ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നു: നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു, ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, അവിടുന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, അവിടുന്ന് പ്രത്യാശ അർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരനർത്ഥവും കടന്നു വരുവാൻ നമ്മുടെ തമ്പുരാൻ ഇടവരുത്തുകയില്ല. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ കർത്താവിന് നമ്മോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്, അവിടുത്തെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റം സംഭവിക്കുകയില്ല. എന്തെന്നാൽ ഈശോ നമ്മോട് ഇപ്രകാരം പറഞ്ഞില്ലേ: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. അതിനാൽ കർത്താവിൽ ദൃഢമായി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. അവിടുന്ന് പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തില് അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവിടുന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെടും. എത്ര മാരകമായ രോഗങ്ങളായിക്കോട്ടെ, ജീവിത പ്രതിസന്ധികളായിക്കോട്ടെ, അവിടുന്ന് പ്രത്യാശ അർപ്പിക്കുക. അവൻ ഈ നിമിഷങ്ങളിൽ നമ്മെ തൊടും. പ്രത്യാശ വയ്ക്കുക കർത്താവില്. എന്തെന്നാൽ തിരുവചനം വീണ്ടും നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. വിശ്വാസം എന്നാൽ ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ല. അതിനാൽ ആ ദൈവദാനമായ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി, ആ വിശ്വാസം മുഖേന നാം അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. കാരുണ്യക്കടലാണു ദൈവം, കരുണതന്നുറവിടം ദൈവം. ഈശോയെ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം. എപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. എപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. ഈശോ ഇപ്രകാരം പറഞ്ഞു, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവനോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാകും. അവൻ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവനെ ഉപദ്രവിക്കുകയില്ല. അവൻ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തില് കർത്താവ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. വിശ്വസിക്കുന്നവർക്ക് പൈശാചിക പ്രവണതകളെയും പ്രലോഭനങ്ങളെയും പ്രേരണകളെയും അവന്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അവന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. വീണ്ടും ഈശോ പറയുകയാണ്, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ വിലകെട്ടത് സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുവാൻ നിനക്ക് കൃപ ലഭിക്കും. എന്തെന്നാൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, നീ വിലകെട്ടത് സംസാരിക്കാതിരുന്നാൽ നിന്റെ നാവ് ഞാൻ എന്റെ നാവ് പോലെയാക്കുമെന്ന്. ഏതു തരത്തിലുള്ള ക്രൂര വ്യക്തികളെയും കൈകാര്യം ചെയ്യുവാനുള്ള കൃപ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എത്ര വലിയ സഹനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ രോഗങ്ങൾ ഉണ്ടായാലും, പീഡനങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്യുന്നതിനുള്ള കൃപ തമ്പുരാൻ അവന് കൊടുക്കും. അവൻ വിശ്വാസത്തോടെ കർത്താവിൽ വലിയ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ അവർ സുഖം പ്രാപിക്കും. അതിനാൽ ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകണമെങ്കിൽ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം അനിവാര്യമാണ്. വിശ്വാസം മുഖേന അനുഗ്രഹം പ്രാപിച്ച നിരവധി പേരെ നാം തിരുവചനങ്ങളിലൂടെ കാണുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം കർത്താവ് അവന് ഇസഹാക്കിനെ കൊടുത്തു. കാരണം അബ്രാഹാം കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ചിരുന്നു. അതിനാൽ കർത്താവ് അവനെ ലോകാവസാനത്തോളമുള്ള വിശ്വാസികളുടെ പിതാവായി നിയോഗിച്ചു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്ന് എളിമയോടും വിശ്വാസത്തോടും കൂടി ദൈവദൂതന്റെ വാക്കുകൾക്ക് പ്രത്യുത്തരം നൽകിയപ്പോൾ പരിശുദ്ധ മറിയത്തെ ദൈവം എല്ലാ തലമുറകളുടെയും ഭാഗ്യവതിയായി നിയോഗിച്ചു. ഇത്തരം അടയാളങ്ങള് നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ തരും. എന്നാൽ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്തെന്നാൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. തിരുവചനം വീണ്ടും നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നേക്ക് നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നും എന്നേക്കും തന്റെ ജലത്തെ വലയം ചെയ്യുന്നു. അതിനാൽ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നേറ്റു പറയാം. അവൻ തൊടും നമ്മളെ അനുഗ്രഹിക്കും, എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. കർത്താവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഇത്രനാൾ നമ്മെ എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചില്ലേ? ആ സ്നേഹനിധിയായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ച, നമ്മുടെ ജീവിതത്തിലേക്ക് നിരവധിയായ നന്മകൾ നൽകി അനുഗ്രഹിച്ച നമ്മുടെ സ്നേഹനിധിയായ തമ്പുരാനെ നമുക്ക് വലിയ സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇരുകരങ്ങളും ഹൃദയവും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്
നല്ലവനായ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഉറക്കെ സ്തുതിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ വിശ്വാസം മുഖേന നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി ഇരുകരങ്ങളും അടിച്ചുകൊണ്ട് ആനന്ദത്തോടുകൂടി നമുക്ക് നമ്മുടെ നല്ലവനായ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പാടി ആരാധിക്കാം. ചേർന്ന് പാടാം. സന്തോഷത്തോടെ പാടാം. സന്തോഷത്തോടെ പാടാം. വിശ്വാസത്തിൽ നീ മുങ്ങുമ്പോൾ നീ പുതുജന്മം പ്രാപിക്കുമെന്ന്. അതിനാൽ വലിയ വിശ്വാസത്തോടു കൂടി വലിയ ആനന്ദത്തോടു കൂടി നമുക്ക് പാടാം. Praise the Lord. Praise the Lord. Hallelujah. 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 Hallelujah.